എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ നമ്മുടെ സെക്കൻഡ് മോഡ്യൂളിന്റെ മൂന്നാമത്തെയും അവസാനത്തെയുമായ വീഡിയോ ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം ഒരു റിസൾട്ട് അപ്രൂവ് ചെയ്യേണ്ടത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ടാണ്, ഇത് യൂസ്ഫുള്ളുമാണ്. ആ റിസൾട്ട് എന്താ പറയണേന്ന് നോക്കാം. അതിന് മുമ്പ് ഐ തിങ്ക് ഐ ഹാവ് ടു റീകോൾ സംതിങ്. സോ സോ നമ്മൾ ഏഗൻ വാല്യൂ പ്രോബ്ലം ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് എല്ലാവർക്കും അറിയാം. അപ്പൊ അതിനകത്ത് ഈ ഒരു മെട്രിക്സിന്റെ ഒരു മൾട്ടിപ്ലിക്കേഷൻ പ്രോപ്പർട്ടി ഒന്ന് ഓർത്തിരിക്കുക. ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ട്, കഴിഞ്ഞ സെമിസ്റ്ററിലും ഒക്കെ നമ്മൾ ഇടയ്ക്ക് കണ്ടിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഇത് നിങ്ങൾ ഒരു എക്സാമ്പിൾ എഴുതി വെരിഫൈ നോക്കണം, ഈ പറയുന്നത് ബോധിക്കുന്നില്ലെങ്കിൽ. സോ അപ്പോൾ എന്താ പറയണേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സപ്പോസ് ഒരു മിനിറ്റ്, ഓക്കെ, വർക്കിംഗ്. ഇപ്പോൾ ഞാൻ എഴുതിയിരിക്കുന്ന ആ റിസൾട്ട്, 3 എന്ന് എഴുതിയിരിക്കുന്ന റിസൾട്ട് ഒന്ന് നോക്കൂ. അതെന്താ പറയുന്നത്? എ എന്ന് പറയുന്നത് ഒരു m/n മെട്രിക്സ് ആണ്. ബി എന്ന് പറയുന്നത് ഒരു n/k മെട്രിക്സ് ആണ്. അപ്പൊ അതിന്റെ കോളംസ് ആണ് ആ എഴുതിയിരിക്കുന്നത്. ആ കോളംസ് ആണ് C1, C2 എക്സെട്ര CK എന്ന് എഴുതിയിരിക്കുന്നത് അതിന്റെ കോളംസ് ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എ ബി എന്ന് പറയുന്നത് ഒരു m/k മെട്രിക്സ് ആയിരിക്കും അല്ലെ? ആ m/k മെട്രിക്സ് എന്ന് പറയുന്നത് എക്സാക്ട്ലി A ടൈംസ് C1, A ടൈംസ് C2 എക്സെട്ര A ടൈംസ് CK ആയിരിക്കും എന്നുള്ളതാണ് ആ ഒരു മൾട്ടിപ്ലിക്കേഷന്റെ പ്രോപ്പർട്ടി. എ ബിയുടെ കോളംസ് എന്ന് പറയുന്നത്, അതായത് kth കോളം ഓഫ് k നമ്മൾ ഓൾറെഡി ഉപയോഗിച്ചുകൊണ്ട് ഞാൻ വേറൊരു ലെറ്റർ എഴുതാം. jth കോളം ഓഫ് എ ബി ഈസ് സെയിം ആസ് a ഇൻറ്റു jth കോളം ഓഫ് ബി. ഇതാണ് അത് പറയുന്നത്. അപ്പൊ ഇത് നിങ്ങൾ എക്സസൈസ് ആയിട്ട് ഒരു 3/3 2/2 ഒക്കെ ഒരു എക്സാമ്പിൾ എടുത്തിട്ട് ഇത് വെരിഫൈ ചെയ്ത് നോക്കണം. ഇത് നമുക്ക് അങ്ങോട്ട് ഈ ഒരു സെക്ഷനിൽ 2-3 സ്ഥലത്ത് അത് നമുക്ക് ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ നമ്മളിങ്ങനെ അത് നമ്മൾ റീകോൾ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ എന്താണ്, നമ്മളിങ്ങനെ ഏഗൻ വാല്യൂ പ്രോബ്ലം ഒക്കെ പഠിച്ചു. ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ, ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷന്റെ റൂട്ട്സ് ആണ് ഏഗൻ വാല്യൂസ് എന്ന് കണ്ടു. പിന്നെ അത് കണ്ടുപിടിക്കാൻ അതിന്റെ ജോമെട്രിക്കൽ മൾട്ടിപ്ലിസിറ്റി, ഓൾജിബ്രൈക് മൾട്ടിപ്ലിസിറ്റി തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ ഏഗൻ സ്പേസിന്റെ ഡയമെൻഷൻ ആണ് എന്താണ് ജോമെട്രിക് മൾട്ടിപ്ലിസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഇതൊക്കെയാണ് നമ്മൾ പഠിച്ചത്. അതുപോലെ ട്രയാങ്കുലർ മെട്രിക്സുകളിൽ ഏഗൻ വാല്യൂസ് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. അതിന്റെ ഡയഗണൽ എൻട്രീസുകളാണ് അതിന്റെ ഏഗൻ വാല്യൂസ്. അതുപോലെ ഉള്ള കാര്യങ്ങളും നമ്മൾ കണ്ടു. അപ്പൊ ഇനി അടുത്ത് പറയാൻ പോകുന്നത് ഒരു മെട്രിക്സിന്റെ n/n എന്ന് പറയുന്ന n/n ഒരു മെട്രിക്സ് എ ഉണ്ടെങ്കിൽ, സപ്പോസ് അതിന്റെ ഏഗൻ വെക്ടേഴ്സ് u1 u2 എക്സെട്ര uk എന്ന് പറയുന്ന ഒരു k ഏഗൻ വെക്ടേഴ്സ്, അത് കറസ്പോണ്ട് ടു ഡിസ്റ്റിങ്ക്ട് ഏഗൻ വാല്യൂസ് ആണെന്ന് വിചാരിക്കുക. ഇപ്പം ഏഗൻ വാല്യൂസ് 1, 2, 3 ആണെങ്കിൽ 1ന് കറസ്പോണ്ടിങ് ആയിട്ട് u1, 2ന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഏഗൻ വെക്ടർ u2, 3ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഏഗൻ വെക്ടർ u3, ഇങ്ങനെ ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അത് എപ്പോഴും ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയിരിക്കും. അതായത് ഏഗൻ വെക്ടേഴ്സ് കറസ്പോണ്ടിങ് ടു ഡിസ്റ്റിങ്ക്ട് ഏഗൻ വാല്യൂസ്. നമുക്കറിയാം, മുന്നേത്തെ എക്സാമ്പിളിൽ ഒരു ഏഗൻ വാല്യൂ ഉണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇൻഫൈനൈറ്റ്ലി മെനി ഏഗൻ വെക്ടേഴ്സ് ഉണ്ട്. അതിലൊരെണ്ണം എടുക്കുക അല്ലേ? അതിലൊരെണ്ണം എടുക്കുക. അതുപോലെ അടുത്ത ഏഗൻ വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഏഗൻ വെക്ടർ എടുക്കുക. അങ്ങനെ എടുക്കുന്ന k ഏഗൻ വെക്ടേഴ്സ് എടുത്താൽ അത് എപ്പോഴും ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയിരിക്കും. അപ്പോൾ ഇവിടെ ഇതിനകത്തുനിന്നൊരു യു ജെ എടുത്താൽ AUJ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അതിന്റെ കറസ്പോണ്ടിങ് ഏഗൻ വാല്യൂ ആയിട്ടുള്ള ലാംഡ ജെ ടൈംസ് യു ജെ ആയിരിക്കും അല്ലെ, ബൈ ദ ഡെഫിനിഷൻ. അതുപോലെ നമ്മളിവിടെ എടുത്തിരിക്കുന്ന ലാംഡ 1, ലാംഡ 2 എക്സെട്ര ലാംഡ k എന്ന് പറയുന്നത് ലാംഡ I നോട്ട് ഈക്വൽ ടു ലാംഡ j ഫോർ I നോട്ട് ഈസ് ഈക്വൽ ടു j. ഈ ഒരു പ്രോപ്പർട്ടിയും സാറ്റിസ്ഫൈ ചെയ്യും. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്, ലീനിയർലി ഇൻഡിപെൻഡന്റ് എന്ന് പ്രൂവ് ചെയ്യണം. അപ്പൊ അത് നമ്മൾ സോർട്ട് ഓഫ് ഇൻഡക്ഷൻ ആർഗ്യുമെന്റ് ആണ്.
അപ്പൊ ആദ്യം തന്നെ ഇതെല്ലാം ഏഗൻ വെക്ടേഴ്സ് ആണ്, അതുകൊണ്ട് തന്നെ ഇത് നോൺ സീറോ ആണ് അല്ലെ. അപ്പൊ U1 എന്ന് പറയുന്ന ഒരു ഏഗൻ വെക്ടർ എടുത്താൽ അത് സീറോ വെക്ടർ ആകാൻ പാടില്ല, അതുകൊണ്ട് തന്നെ സെറ്റ് U1 എന്ന് പറയുന്നത് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയിരിക്കും അല്ലെ. ഒരു നോൺ സീറോ വെക്ടർ എടുത്തു കഴിഞ്ഞാൽ അത് എപ്പോഴും ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയിരിക്കുമല്ലോ. അപ്പൊ നമുക്ക് ഇൻഡക്ഷൻ ഉപയോഗിച്ച് ആർഗ്യൂ ചെയ്യാൻ ശ്രമിക്കാം. അപ്പൊ S1 എന്ന് പറയുന്നത് M-1 U1 U2 എക്സെട്ര UM-1 ആദ്യത്തെ M-1 ഏഗൻ വെക്ടേഴ്സ് എടുത്തിട്ട് അത് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണെന്ന് വിചാരിക്കുക. ഹിയർ M ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു K. അപ്പൊ നമുക്ക് M-1 വരെ എടുത്തിട്ട് അടുത്ത M-ന് അത് പ്രൂവ് ചെയ്യണം അല്ലെ, അതല്ലേ ഇൻഡക്ഷൻ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, S2 എന്ന് പറയുന്നത് U1 U2 എക്സെട്ര UM എന്ന് എടുത്തു. അപ്പൊ ഇത് ലീനിയർലി ഇൻഡിപെൻഡന്റ് എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്, റൈറ്റ്. അപ്പൊ നമുക്ക് കോൺട്രാഡിക്ഷൻ മെത്തേഡ് അപ്ലൈ ചെയ്യാം. അസ്യൂം ഇൻ കോൺട്രറി ദാറ്റ് ദിസ് സെറ്റ് ഈസ് ലീനിയർലി ഡിപ്പെൻഡന്റ്. ഇപ്പൊ ലീനിയർലി ഡിപ്പെൻഡന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും, കുറച്ച് കോഎഫിഷ്യൻസ് കണ്ടുപിടിക്കാൻ പറ്റും. C1 C2 എക്സെട്ര CM എന്ന് പറയുന്ന സ്കെയിലാർസ് ഉണ്ടാകും. അതെല്ലാം സീറോ ആകാൻ പാടില്ല, സച്ച് ദാറ്റ് ദ ലീനിയർ കോമ്പിനേഷൻ ഈസ് ഈക്വൽ ടു സീറോ വെക്ടർ. അത് ഞാൻ ഇക്വേഷൻ 1 എന്ന് വിളിച്ചു. അപ്പൊ അത് ലീനിയർലി ഡിപ്പെൻഡന്റ് ആയതുകൊണ്ടാണ്. ഇവിടെ CM, ഇവിടെ ഒരു ഒബ്സർവേഷൻ ഇതാണ്, CM ഒരിക്കലും അവിടെ സീറോ ആകാൻ പാടില്ല. CM സീറോ ആകാൻ പാടില്ല, കാരണം CM സീറോ ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് യു വിൽ ഗെറ്റ് എ ലീനിയർ കോമ്പിനേഷൻ ഓഫ് ഫസ്റ്റ് M-1 ഏഗൻ വെക്ടേഴ്സ്. അത് ആ ലീനിയർ കോമ്പിനേഷൻ സീറോ ആണെന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താ, ലീനിയർലി ഇൻഡിപെൻഡന്റ് എന്ന് നമ്മൾ അസ്യൂം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് സീറോ ആകണം, ഇത് സീറോ ആകണം, എക്സെട്ര ഇത് സീറോ ആകണം. ഓൾറെഡി നമ്മൾ CM സീറോ എന്ന് പറഞ്ഞു, അപ്പൊ എന്തായിപ്പോയി, എല്ലാം സീറോ ആയിപ്പോയി. പക്ഷെ നമ്മളിവിടെ എടുത്തിട്ടുണ്ട് ഇത് നോട്ട് ഔൾ സീറോ എന്ന് എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് CM നോട്ട് ഈക്വൽ ടു സീറോ എന്ന് മനസ്സിലാക്കാം ഇങ്ങനെ എഴുതുമ്പോൾ തന്നെ, ബൈ അവർ അസംഷൻസ്. അപ്പോ ഇനി എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഇതിന്റെ രണ്ട് സൈഡിലും A അപ്ലൈ ചെയ്യാം. രണ്ട് C ഇക്വേഷനിലെ രണ്ട് സൈഡിലും ഇവിടെ A അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും, A അകത്തോട്ട് പോകും. പിന്നെ ഇവിടെ A ഇൻറ്റു സീറോ എന്ന് പറയുന്നത് സീറോ തന്നെയാണ്. പക്ഷെ നമുക്കറിയാം U1 എന്ന് പറയുന്നത് λ1 ടൈംസ് U1 ആണ്, കാരണം λ1 ഒരു ഏഗൻ വാല്യൂ ആണ്, കറസ്പോണ്ടിങ് ഏഗൻ വെക്ടർ ആണ് U1. സിമിലർലി U2 എന്ന് പറയുന്നത് λ2 U2 ആവും, എക്സെട്ര UM-1 എന്ന് പറയുന്നത് λM-1 UM-1 ആൻഡ് ഓൾസോ ഹിയർ. അതിനെ ഇക്വേഷൻ 2 എന്ന് വിളിച്ചു. ഇനി ഇക്വേഷൻ 1നെ ഞാൻ λM കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. λM ഒരു സ്കെയിലർ ആണെന്ന് ഓർക്കണേ. അപ്പൊ അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക, എനിക്ക് ആ ഒരു ഇക്വേഷൻ കിട്ടും. C1 λM U1 പ്ലസ് എക്സെട്ര CM λM UM ഈക്വൽ ടു 0. ഇനി 2ൽ നിന്ന് 3 സബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലാസ്റ്റ് ഇത് രണ്ടും സെയിം ക്വാണ്ടിറ്റിയാണ്, അതങ്ങ് ക്യാൻസൽ ആയി സീറോ ആയിപ്പോവും. ബാക്കിയുള്ള ആദ്യത്തെ UM-1 വരെയുള്ള ഏഗൻ വെക്ടറുകളുടെ ഒരു ലീനിയർ കോമ്പിനേഷൻ ആണ് എടുത്തത്, കാരണം ഇതൊക്കെ സ്കെയിലാറാ. C1 സ്കെയിലാറാണ്, λM സ്കെയിലാറാണ്, ഇതും ഒരു സ്കെയിലാറാണ്. അപ്പൊ ഇതിനെയൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് β1 β2 എക്സെട്ര βM- എന്ന് വിളിച്ചാൽ യു ആർ ഗെറ്റിംഗ് എ ലീനിയർ കോമ്പിനേഷൻ ഓഫ്, സോ ദിസ് ഈസ് β1 U1 plus β2 U2 plus etc plus βM-1 UM-1 is equal to 0. അപ്പം U1 U2 എക്സെട്ര ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടും, ഈ പറഞ്ഞ കോഫിഷ്യന്റുകളെല്ലാം സീറോ ആവും. ഇതിന്റെ ഒരു ജനറൽ കോഫിഷ്യന്റ് എന്ന് പറയുന്നത് എന്താ, CJ λJ minus λM equal to 0 for 1 less than or equal to J less than or equal to M-1. അപ്പൊ ഇവിടെ ഈ λJകളെല്ലാം M-1 വരെ വരുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഇത് λM ഈക്വൽ ആവില്ല അല്ലെ, കാരണം പെയർ വൈസ് ഇത് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഐഗൻ വാല്യൂസ് നമ്മൾ എടുത്തിരിക്കുന്നത്, അതെല്ലാം പരസ്പരം അല്ലെ ഈക്വൽ അല്ല. λJ നോട്ട് ഈക്വൽ ടു λM ആസ് J ലെസ് ദാൻ M. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ ഈ ഒരു പ്രൊഡക്റ്റ് സീറോ ആകണമെങ്കിൽ ഏതാ, CJ സീറോ ആയേ പറ്റൂ. അപ്പൊ CJ M-1 വരെയുള്ള CJ സീറോ ആകുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ, പിന്നെ ഉള്ളത് ആ ഇക്വേഷൻ 1ല് പിന്നെ ഏതേ ഉള്ളൂ, ഇതിൽ ഇത്രയും പോർഷൻ സീറോ ആയി, അപ്പം പിന്നെ ഇവൻ മാത്രമല്ലേ ഉള്ളൂ. അപ്പൊ അവനും എന്താകണം, CM UM എന്ന് പറയുന്നത് സീറോ ആകണം. പക്ഷെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് CM സീറോ അല്ലാത്ത രീതിയിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. CM ഒരിക്കലും സീറോ ആകാൻ പറ്റില്ല. അപ്പൊ ഈ ഒരു പ്രൊഡക്റ്റ് സീറോ ആകണമെങ്കിൽ സീറോ എന്ന് പറഞ്ഞാൽ ഇവിടെ സീറോ വെക്ടർ ആണ്.
അപ്പൊ അതിലൊരേ ഒരു പോസിബിലിറ്റി ഉള്ളൂ, എന്ത് ചെയ്യണം, സി എം സീറോ അല്ലാത്തതുകൊണ്ട് ഈ പറയുന്ന യു എം എന്ന് പറയുന്ന വെക്ടർ സീറോ ആകണം. ബട്ട് ദിസ് ഈസ് എ കോൺട്രഡിക്ഷൻ. കാരണം യു എം എന്ന് പറയുന്നത് ഒരു ഏഗൻ വെക്ടർ ആണ്. ഏഗൻ വെക്ടർ ഒരിക്കലും എന്താകാൻ പറ്റില്ല, സീറോ ആകാൻ പറ്റില്ല. അതാണ് ഇവിടുത്തെ കോൺട്രഡിക്ഷൻ. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്, ഈ പറയുന്ന സെറ്റ് S2 എന്ന് പറയുന്ന സെറ്റ് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആകണം. നമ്മളിവിടെ ഡിപ്പെൻഡന്റ് എന്ന് വിളിച്ചുകൊണ്ടാണ് അവിടെ ഒരു തെറ്റ് വരാൻ കാരണം, അല്ലേ? നമ്മൾ ആ കോൺട്രഡിക്ഷനിൽ അത് ഡിപ്പെൻഡന്റ് എന്ന് അസ്യൂം ചെയ്തു, അതുകൊണ്ടാണ് ആ തെറ്റ് വരാൻ കാരണം. അപ്പൊ അതുകൊണ്ട് തന്നെ ആ സെറ്റ് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയിരിക്കണം. ഇതാണ് അതിന്റെ പ്രൂഫ്. അപ്പൊ നമുക്ക് അവിടെ കിട്ടുന്നത് ഡിസ്റ്റിങ്ക്ട് ഏഗൻ വാല്യൂസിന്റെ, ഇപ്പൊ നമ്മളെ കയ്യിൽ ഒരു 5 ഡിസ്റ്റിങ്ക്ട് ഏഗൻ വാല്യൂസ് ഉണ്ടെങ്കിൽ ആ 5 കറസ്പോണ്ടിങ് ആയിട്ട് ഓരോ ഏഗൻ വെക്ടർ കണ്ടുപിടിച്ചാൽ യു വിൽ ഗെറ്റ് എ ലീനിയർലി ഇൻഡിപെൻഡന്റ് സെറ്റ്. അതാണ് ആ ഒരു റിസൾട്ട് കൺവേ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ആ റിസൾട്ടിൽ നിന്നുകൊണ്ട് നമ്മൾ അടുത്തൊരു റിസൾട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ അത് പറയുന്നത് ഇതാണ്. എ എന്ന് പറയുന്നത് ഒരു n/n മെട്രിക്സ് ആണ്. ഷോ ദാറ്റ് if A has n distinct eigenvalues, then A has a set of linearly independent eigenvectors. ഇത് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനൊന്നുമില്ല, കാരണം അതിന് n ലീനിയർലി ഇൻഡിപെൻഡന്റ് ഏഗൻ വെക്ടേഴ്സ് ഉണ്ടെങ്കിൽ ഒബ്വിയസ്ലി എന്താ, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഓരോ ഏഗൻ വെക്ടർ എടുത്താൽ എന്തായിരിക്കും, ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയിരിക്കും. അത്രേ ഉള്ളൂ. സെറ്റ് ഓഫ് n ലീനിയർലി ഇൻഡിപെൻഡന്റ് ഏഗൻ വെക്ടർ. ട്രിവിയൽ ആണ് നമ്മളിപ്പോ പറഞ്ഞ റിസൾട്ട് ചെയ്യുന്നത്. അതായത് u1 u2 എക്സെട്ര un be a set of eigen vectors corresponding to distinct eigen values, n distinct eigen values, അല്ലേ? Then by 220 this set is linearly independent. അപ്പൊ അതായി. ഇനി അടുത്ത് നമ്മളൊരു പുതിയ കൺസെപ്റ്റും കൂടെ പഠിക്കുകയാണ്, സിമിലർ മെട്രിസസ്. സോ എന്താണ് സിമിലർ മെട്രിസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, the n/n matrix says A and B are said to be similar if there is a non-singular n/n matrix. Non-singular എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിറ്റർമിനന്റ് നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കണം. അതുകൊണ്ട് തന്നെ അതിന്റെ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യും. അപ്പോൾ മെട്രിക്സ് എസ് സച്ച് ദാറ്റ് എനിക്ക് ബി എ എസ് ഇൻവേഴ്സ് എ എസ് എന്ന് എഴുതാൻ പറ്റും. ബി എ എസ് ഇൻവേഴ്സ് എ എസ് എന്ന് എഴുതാൻ പറ്റും. ഇതിനെയാണ് സിമിലർ മെട്രിക്സുകൾ എന്ന് വിളിക്കുന്നത്. സിമിലർ മെട്രിക്സും നമ്മളിപ്പോൾ പറഞ്ഞ ഒരു ഐഗൺ വാല്യൂസുമായിട്ടുള്ള ഒരു പ്രധാന ബന്ധം ഇതാണ്. എയും ബിയും രണ്ട് സിമിലർ മെട്രിക്സുകളാണെങ്കിൽ എക്കും ബിക്കും സെയിം ഐഗൺ വാല്യൂസ് ആയിരിക്കും. ഇത് സെയിം ഐഗൺ വാല്യൂസ് ആയിരിക്കും എന്ന് മാത്രമല്ല, അതിന്റെ മൾട്ടിപ്ലിസിറ്റി, ഓൾജിബ്രൈക് മൾട്ടിപ്ലിസിറ്റി, ഒരു ഐഗൺ വാല്യൂ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയലിന്റെ അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷന്റെ റൂട്ടായി വരുന്നത് മൾട്ടിപ്ലിസിറ്റി 2 ആണെങ്കിൽ, ലാംഡ ഈക്വൽ ടു 1 2 തവണ റിപ്പീറ്റ് ചെയ്യുമെങ്കിൽ അത് ബിയിലും അങ്ങനെ തന്നെ ആയിരിക്കും. ഇതാണ് സിമിലർ മെട്രിക്സുകളും ഈ പറഞ്ഞ ഐഗൺ വാല്യൂസും തമ്മിലുള്ള ബന്ധം. അപ്പൊ ഇത് പ്രൂവ് ചെയ്യലും അത്ര പണിയൊന്നുമില്ല. സോ അപ്പോ എയും ബിയും സിമിലർ മെട്രിക്സ് ആയതുകൊണ്ട് തന്നെ ദർ ഈസ് ആൻ ഇൻവെർട്ടബിൾ മെട്രിക്സ് എസ് സച്ച് ദാറ്റ് ബി ക്യാൻ ബി റിട്ടൺ ആസ് എസ് ഇൻവേഴ്സ് എ എസ്, അല്ലേ? അപ്പോ ലെറ്റ് പി ഓഫ് ടി ബി ദ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ ഓഫ് ബി. ബിയുടെ ക്യാരക്ടറിസ്റ്റിക് ഈ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയലിന്റെ റൂട്ട്സ് ആണ് എന്റെ ബിയുടെ ഐഗൺ വാല്യൂസ്, അല്ലെ? അപ്പോ പി ഓഫ് ടി എനിക്ക് എന്ത് എഴുതാം? ഡിറ്റർമിനന്റ് ബി മൈനസ് ടി ഐ എന്ന് എഴുതാം. അപ്പോ ബിക്ക് പകരം ഞാൻ എസ് ഇൻവേഴ്സ് എ എസ് എന്ന് എഴുതി, മൈനസ് ടി ഐ. ഇവിടെ ഐക്ക് പകരം ഞാൻ ഇവിടെ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ എസ് ഇൻവേഴ്സ് എസ് എന്ന് എഴുതി. അപ്പൊ ഇതില് എസ് ഇൻവേഴ്സ് എസ്, അത് ഇത് ടി എനിക്ക് ഇതിന്റെ ഇടയ്ക്കോട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു ടി ഐ എന്ന് എഴുതി, ടി ഇൻറ്റു ഐ. ഐ എന്ന് പറയുന്ന ഐഡന്റിറ്റി മെട്രിക്സ് അല്ലെ, n ബൈ n ഐഡന്റിറ്റി മെട്രിക്സ്. അപ്പൊ എനിക്ക് ഇങ്ങനെ ഒരു മാനിപ്പുലേഷൻ ചെയ്യാമല്ലോ. ടി സ്കെയിലാർ ആണ്. അപ്പോൾ ഇത് ഒരേ സാധനം, ഈ ടി പുറത്ത് വരും, എസ് ഇൻവേഴ്സ് ഇൻറ്റു ഐ, എസ് ഇൻവേഴ്സ് തന്നെയാവും, ഇൻറ്റു എസ് എന്ന് പറയുന്നത് ഐ തന്നെയാവും. അപ്പോൾ ഈ ഒരു മാനിപ്പുലേഷൻ നടത്തിയാൽ എനിക്ക് അതിനെ എങ്ങനെ എഴുതാം? ദിസ് ഈസ് ഇക്വാലന്റ് ഓഫ് റൈറ്റിംഗ് എസ് ഇൻവേഴ്സ് പുറത്തെടുത്തു, അതുപോലെ എസ് വലത്തുനിന്ന് പുറത്തെടുത്തു. അപ്പൊ ഡിസ്ട്രിബ്യൂട്ടീവ് അനുസരിച്ച് എനിക്കത് ഈ സ്റ്റെപ്പിൽ നിന്ന് ഇത് കിട്ടും, എസ് ഇൻവേഴ്സ് ഇൻറ്റു എ മൈനസ് ടി ഐ ഇൻറ്റു എസ്. ഇനി ഇത് ഡിറ്റർമിനന്റ് എന്ന് പറയുന്നത്, ഡിറ്റർമിനന്റ് ഓഫ് എ ബി എന്ന് പറയുന്നത് ഡിറ്റർമിനന്റ് ഓഫ് എ ഇൻറ്റു ഡിറ്റർമിനന്റ് ഓഫ് ബി ആണ്. അപ്പൊ അത് ഉപയോഗിച്ച് ഞാൻ ഇതിനെ മൂന്നായിട്ട് സ്പ്ലിറ്റ് ചെയ്തു.
പക്ഷേ ഈ എസ് ഇൻവേഴ്സിന്റെ ഡിറ്റർമിനന്റ് എന്ന് പറയുന്നത് 1/determinant of S ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതും ക്യാൻസൽ ആയിട്ട് എനിക്ക് എന്ത് കിട്ടും? determinant of A - Ti എന്ന് കിട്ടും. പക്ഷെ ഇതെന്ന് പറയുന്നത് എക്സാക്ട്ലി ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ ഓഫ് എ ആണ്. അപ്പം നമുക്ക് എന്താ കിട്ടിയത്? ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ ഓഫ് ബി എന്ന് പറയുന്നതും ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ ഓഫ് എ എന്ന് പറയുന്നതും ഒരേ സംഭവം തന്നെയാണ്. പക്ഷെ ഈ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയലിന്റെ റൂട്ട്സ് ആണല്ലോ എന്റെ ഏഗൻ വാല്യൂസ്. അപ്പൊ അതുകൊണ്ട് തന്നെ കോൺസിക്വന്റ്ലി എന്ത് കിട്ടും? എയും ബിക്കും സെയിം ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ ആയതുകൊണ്ട് അതിന്റെ ഏഗൻ വാല്യൂസും സെയിം ആയിരിക്കും. അതുപോലെ ഓൾജിബ്രൈക് മൾട്ടിപ്ലിസിറ്റി, ആ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയലിനെ ഒരു ഇക്വേഷൻ ആയിട്ട് എഴുതിയിട്ട് റിപ്പീറ്റ് ചെയ്യുന്നതിനെയാണ്, റൂട്ട് റിപ്പീറ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഓൾജിബ്രൈക് മൾട്ടിപ്ലിസിറ്റി പറയുന്നത്. അപ്പോൾ എക്കും ബിക്കും ഒരേ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ ആണെങ്കിൽ എന്തായിരിക്കും? ഓൾജിബ്രൈക് ആ ഇക്വേഷന്റെ കറസ്പോണ്ടിങ് ഇക്വേഷന്റെ ഓൾജിബ്രൈക് മൾട്ടിപ്ലിസിറ്റിയും എന്തായിരിക്കും? സെയിം ആയിരിക്കും, അല്ലേ? ഓൾറൈറ്റ്. അപ്പൊ അതാണ്. അപ്പൊ സിമിലർ മെട്രിക്സുകൾക്ക് ഒരേ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ ആണ്, അതുകൊണ്ട് തന്നെ ഒരേ ഏഗൻ വാല്യൂസും ആണ് വിത്ത് സെയിം മൾട്ടിപ്ലിസിറ്റി. ഇനി അടുത്ത 224-ൽ നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു ശരിയോ തെറ്റോ എന്ന് ഒരു ചോദ്യം ചോദിക്കുകയാണ്. എന്താണ് ആ ചോദ്യം ചോദിച്ചാൽ, സപ്പോസ് ടു മെട്രിക്സസ് വിത്ത് സെയിം ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ ആർ നെസസറിലി സിമിലർ. അപ്പം നമ്മൾ സിമിലർ ആണെങ്കിൽ സെയിം ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ എന്ന് കണ്ടു. അതിന്റെ തിരിച്ച് ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ സെയിം ആണെങ്കിൽ സിമിലർ ആണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നാണ് ആൻസർ. അപ്പൊ നമ്മൾ അല്ല എന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ ഒരു കൗണ്ടർ എക്സാമ്പിൾ കാണിക്കണം, അല്ലെ? ഒരേ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ വരികയും എന്നാൽ സിമിലർ അല്ലാതാകുകയും. അപ്പൊ അതിന് നമ്മൾ പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്ന ഒരു എക്സാമ്പിൾ നിങ്ങളേതായ രീതിയിൽ ഒരു എക്സാമ്പിൾ ആലോചിച്ച് കണ്ടുപിടിച്ചാൽ വളരെ നല്ലതാണ്. ഞാനിപ്പോൾ ആലോചിക്കാനും നിന്നില്ല, പുസ്തകത്തിലെ എക്സാമ്പിൾ തന്നെ എടുത്തു. അപ്പോ എന്താണ് എ എന്ന് പറയുന്നത് ഈ പറയുന്ന ട്രയാങ്കുലർ മെട്രിക്സ് 1 0 1 1 എടുത്തു. രണ്ടാമത്തത് ഐ എന്ന് പറയുന്നത് ഐഡന്റിറ്റി മെട്രിക്സ് 2/2 ഐഡന്റിറ്റി മെട്രിക്സ്. ഈ രണ്ടിന്റെയും ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ സെയിം തന്നെയാണ്, അല്ലെ? ഇവിടെ എ മൈനസ് ടി ഐ കണ്ടുപിടിച്ചാലും ഇവിടെ ഐ മൈനസ് ടി ഐ കണ്ടുപിടിച്ചാലും അതിന്റെ ഡിറ്റർമിനന്റ് എടുക്കുമ്പോൾ രണ്ടും എന്ത് തന്നെയാണ്? 1 മൈനസ് ടി സ്ക്വയർ തന്നെയാണ്. പക്ഷേ സപ്പോസ് ഇഫ് എയും ഐയും സിമിലർ ആണെന്ന് വിചാരിക്കുക. അതിന്റെ അർത്ഥം ഐ എനിക്ക് എസ് ഇൻവേഴ്സ് എ എസ് എന്ന് എഴുതാം ഫോർ സം നോൺ സിംഗുലർ മെട്രിക്സ് എസ്. ഈ രണ്ടിടത്തും ഞാൻ എസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എനിക്ക് ഇത് ഇങ്ങനെ കിട്ടും, എസ് ഈക്വൽ ടു എ എസ് എന്ന് കിട്ടും, അല്ലേ? ഇത് എസ് ഇൻറ്റു ഐ എസ് തന്നെ ആവും. ഇവിടെ എസ് കൊണ്ട് ലെഫ്റ്റിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എസും എസ് ഇൻവേഴ്സും കൂടെ ഐഡന്റിറ്റി മെട്രിക്സ് ആയിട്ട് പോകും, മിച്ചം എ എസ് ആണ്. ഇനി റൈറ്റ് സൈഡിൽ ഞാൻ എസ് ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എസ് ഇൻവേഴ്സ് എന്ന് പറയുന്ന എ ആവും. പക്ഷെ എസ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് എന്താ? ഐ ആണ്. അപ്പൊ എ ഈക്വൽ ടു ഐ ആവും. പക്ഷെ അങ്ങനെ അല്ലല്ലോ. ഇതിൽ നിന്ന് ഒരു കാര്യം കൂടെ സൈഡ് നോട്ടായിട്ട് ആലോചിക്കാം. ഐഡന്റിറ്റി മെട്രിക്സുമായിട്ട് സിമിലർ ആവുന്നത് ആര് മാത്രമേ ഉള്ളൂ? ഐഡന്റിറ്റി മെട്രിക്സ് മാത്രമേ ഉള്ളൂ, അല്ലേ? ഐഡന്റിറ്റി മെട്രിക് ഇത് സെയിം കാൽക്കുലേഷൻ തന്നെയാണ്. ഓൺലി മെട്രിക്സ് സിമിലർ ടു the identity matrix I is I itself. അത് മാത്രമേ ഉള്ളൂ. അതിന്റെ ഒരു സൈഡ് നോട്ടായിട്ട് പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? അപ്പം അതിന്റെ കോൺവേഴ്സ് ശരിയല്ല എന്ന് കിട്ടി, അല്ലെ? ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ ഈക്വൽ ആയെന്ന് കരുതി അത് സിമിലർ ആകണമെന്ന് ഇല്ല. ഇനി അടുത്ത് പറയുന്നത് സിമിലർ മെട്രിക്സസ് ഹാവ് സെയിം ഏഗൻ വെക്ടേഴ്സ്. സെയിം ഏഗൻ വാല്യൂസ് എന്ന് പറഞ്ഞു. ഏഗൻ വെക്ടറുകൾ സെയിം ആണോ എന്ന് ചോദിച്ചാൽ അതും അല്ല എന്നാണ് ആൻസർ. കാരണം ഇൻഫാക്ട് ഇപ്പം ബി എന്ന് പറയുന്നത് എസ് ഇൻവേഴ്സ് എ എസ് ആണെങ്കിൽ ആൻഡ് സപ്പോസ് എക്സ് ഒരു ഏഗൻ വെക്ടർ ആണെന്ന് വിചാരിക്കുക കറസ്പോണ്ടിങ് ടു ലാംഡ. അപ്പം ബി എക്സ് എന്താവും? ലാംഡ എക്സ് ആവും. പക്ഷെ അതിന് ഞാനൊന്ന് സിംപ്ലിഫൈ ചെയ്താൽ ഇവിടെ ബിക്ക് പകരം ഞാൻ ഇത് കൊടുത്തു, എന്നിട്ട് എന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് സൈഡിലും ഒരു എസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ ഇവിടെ ഒരു എസ് വരും, ഇവിടെ ഒരു എസ് വരും. ഈ എസ് ഇൻവേഴ്സ് എന്താവും? പോവും, ഐഡന്റിറ്റി ആവും. അപ്പൊ എ എസ് മാത്രം മിച്ചം വരും. ഈ എസിനെ ഞാൻ ഇനി ഇപ്പുറത്തോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ലാംഡ ഇൻറ്റു എസ് എക്സ് എന്നാവും. അപ്പൊ ഇവിടെ എന്താ കിട്ടിയത്? ഈ മൊത്തം ഇതിനെ ഒരു വൈ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുന്നത്? എ വൈ ഈക്വൽ ടു ലാംഡ വൈ എന്ന് കിട്ടും. അപ്പോ ലാംഡ ഒരു ഏഗൻ വാല്യൂ ആണ്, അതിന്റെ ഏഗൻ വെക്ടർ ആണ് എന്താണ്? വൈ, അതായത് എസ് എക്സ്.
ബിക്ക് എക്സ് ആണ് ഏഗൻ വെക്ടർ എങ്കിൽ എക്ക് എസ് എക്സ് ആണ് ഏഗൻ വെക്ടർ. രണ്ടും ഈക്വൽ ആകണമെന്നില്ലല്ലോ അപ്പോഴും. അല്ല, രണ്ടും ഈക്വൽ ആകില്ല ആക്ച്വലി. അപ്പോ സോ എ ഹാസ് ഏഗൻ വെക്ടർ എസ് എക്സ് വെനെവർ എക്സ് ഈസ് ആൻ ഏഗൻ വെക്ടർ ഓഫ് ബി. അപ്പൊ ഇത് ശരിയാകണമെന്നില്ല എപ്പോഴും. എന്താണ്, സിമിലർ മെട്രിക്സുകൾക്ക് ഒരേ ഏഗൻ വെക്ടറുകൾ വരണമെന്ന് നിർബന്ധം ഇല്ല. ഓക്കെ, അപ്പൊ അതും മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെയും ഒരു പുതിയൊരു കൺസെപ്റ്റ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, ഡയഗണലൈസബിൾ മെട്രിക്സസ്. ഡയഗണലൈസബിൾ മെട്രിക്സസ്, ഒരു n ബൈ n മെട്രിക്സ് ഡയഗണലൈസബിൾ എന്ന് പറയണമെങ്കിൽ അതൊരു ഡയഗണൽ മെട്രിക്സുമായിട്ട് സിമിലർ ആയിരിക്കും. ഒരു n ബൈ n മെട്രിക്സ് ഡയഗണൽ മെട്രിക്സ് എന്ന് പറയണമെങ്കിൽ അതൊരു ഡയഗണൽ മെട്രിക്സുമായിട്ട് സിമിലർ ആയിരിക്കണം. ഇതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പൊ ആദ്യം തന്നെ ഈ ഒരു റിസൾട്ട് നോക്കുക. 226 എന്ന് പറയുന്ന റിസൾട്ട് പറയുന്നത് ഷോ ദാറ്റ് an n by n matrix A is diagonalizable if and only if A possesses a set of n linearly independent vectors. ലീനിയർലി ഇൻഡിപെൻഡന്റ് eigen vectors. അപ്പോ എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് ഒരു ഡയഗണൽ മെട്രിക്സുമായിട്ട് സിമിലർ ആകണമെങ്കിൽ ഈ ഡയഗണൽ മെട്രിക്സിന് എഴുതുന്ന ഒരു വഴിയുണ്ട്. അതിന്റെ ഡയഗണൽ എൻട്രീസ് മാത്രം വെച്ച് വേണമെങ്കിൽ എഴുതാം. ഡയഗണൽ D1 D2 എക്സെട്ര DK എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ, മെട്രിക്സ് എന്ന് പറയുന്നത് D1 D2 എക്സെട്ര DK, ഇവിടെ മൊത്തം 0 ആയിരിക്കും, അവിടെ മൊത്തം 0 ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഈ ഒരു ഡയഗണൽ മെട്രിക്സുമായിട്ട് സിമിലർ ആകണമെങ്കിൽ അതിനൊരു n ലീനിയർലി ഇൻഡിപെൻഡന്റ് ഏഗൻ വെക്ടേഴ്സ് ഉണ്ടായിരിക്കണം. ഇതാണ് ആ റിസൾട്ട് പറയുന്നത്. അപ്പൊ അത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ രണ്ട് സൈഡും കാണിക്കണം അല്ലെ, ഇഫ് ആൻഡ് ഓൺലി ഇഫ് ആണ്. ആദ്യം തന്നെ ഇത് നിങ്ങൾ സ്ലോ ചെയ്തും പോസ് ചെയ്തും കാണണേ. ഞാൻ എഴുതിയിട്ട് പറയുന്നത് കൊണ്ട് ചിലപ്പോൾ കുറച്ച് ഫാസ്റ്റ് ആയിട്ട് തോന്നാം, പക്ഷെ നിങ്ങൾ ചെയ്യേണ്ടത് വീഡിയോയുടെ ലെങ്ത് കുറയ്ക്കലാണ് എൻ്റെ ലക്ഷ്യം. അതുകൊണ്ടാണ് ഇത് മൊത്തം എഴുതി പറയാൻ നിന്ന് കഴിഞ്ഞാൽ വീഡിയോകളെല്ലാം 1 മണിക്കൂറിന് മൊത്തം ശിഷ്ടം വരും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ സമയാസമയം പോസ് ചെയ്ത് തന്നെ ഇത് കേൾക്കുക. ചുമ്മാ ഇരുന്ന് കേട്ട് മൊത്തം കേട്ടിട്ട് പിന്നെ ആലോചിക്കാൻ നിൽക്കണ്ട. അപ്പോൾ അതുപോലെ നോട്ട്സും എഴുതുക. സപ്പോസ് ഇതെന്ന് പറയുന്നത് U1 U2 എക്സെട്ര UN ഈസ് എ സെറ്റ് ഓഫ് n ലീനിയർലി ഇൻഡിപെൻഡന്റ് eigen വെക്ടേഴ്സ് ഓഫ് A. നോട്ട് ദാറ്റ് A എന്ന് പറയുന്നത് n ബൈ n മെട്രിക്സ് ആണ് അല്ലേ. അതിന് വരാവുന്ന മാക്സിമം നമ്പർ ഓഫ് ലീനിയർലി ഇൻഡിപെൻഡന്റ് വെക്ടേഴ്സ് ആണ് എഴുതിയിരിക്കുന്നത്. എണ്ണേ വരുള്ളൂ മാക്സിമം. അങ്ങനെയാണെങ്കിൽ അത് eigen വെക്ടറുകൾ ആയതുകൊണ്ട് UK എന്ന് പറയുന്നത് എന്തായിരിക്കും, ലാംഡ K UK ആയിരിക്കും. അപ്പൊ നമ്മളൊരു മെട്രിക്സ് എസ് നമുക്ക് എന്താ കാണിക്കേണ്ടത്, ടു ഷോ എ ഈസ് സിമിലർ ടു എ ഡയഗണൽ മെട്രിക്സ് അല്ലെ. സിമിലറിന് ഇങ്ങനെ ഒരു സിമ്പിൾ എഴുതാറുണ്ട്. അപ്പൊ എ ഈസ് സിമിലർ ടു ഡയഗണൽ മെട്രിക്സ് എന്നാണ് കാണിക്കേണ്ടത്. അതിന് ഞാൻ എടുക്കുന്നത്. അപ്പൊ എനിക്കൊരു എസ് കണ്ടുപിടിക്കണം. നോൺ സിംഗുലർ എസ് കണ്ടുപിടിച്ചിട്ട് എസ് ഇൻവേഴ്സ് എ എസ് എന്ന് പറയുന്നത് ഡി ആകണം. ഇതാണ് എനിക്ക് ചെയ്യേണ്ടത്. അതിനുവേണ്ടി ഞാൻ എസ് കൺസ്ട്രക്ട് ചെയ്യുന്നത് വേറെ രീതിക്കൊന്നുമല്ല. ജസ്റ്റ് ആ ഒരു നമുക്ക് ലീനിയർലി ഇൻഡിപെൻഡന്റ് eigen വെക്ടേഴ്സ് കിട്ടിയല്ലോ, U1 U2 എക്സെട്ര UN. അതിനടുത്ത് എസിന്റെ കോളംസിൽ വെക്കാം. അപ്പൊ നമുക്കൊരു n ബൈ n മെട്രിക്സ് കിട്ടും. ഈ n ബൈ n മെട്രിക്സ് നോൺ സിംഗുലർ ആയിരിക്കും. കാരണം എന്താണെന്ന് അറിയാമോ, കാരണം ഇതിന്റെ കോളംസ് നമ്മൾ കഴിഞ്ഞ സെമസ്റ്ററിൽ പഠിച്ചതാണ്. കോളം വെക്ടേഴ്സ് എല്ലാം ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ ആ മെട്രിക്സ് നോൺ സിംഗുലർ ആയിരിക്കും, ഒരു സ്ക്വയർ മെട്രിക്സിന്റെ. അതുകൊണ്ട് തന്നെ ഇവിടെ എസ് എന്ന് പറയുന്നത് നോൺ സിംഗുലർ മെട്രിക്സ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ എനിക്ക് എസ് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ എസ് ഇൻവേഴ്സ് എസ് എന്ന് പറയുന്നത് ഐഡന്റിറ്റി ആണ്. അതിന് ഞാൻ E1 E2 എക്സെട്ര EN എന്ന് എഴുതാം. ഓരോന്നും സ്റ്റാൻഡേർഡ് നോർമൽ കോളം വെക്ടേഴ്സ് അല്ലേ. 1 0 0 0 എക്സെട്ര 0 1 0 0 എക്സെട്ര അതാണ് എഴുതിയിരിക്കുന്ന E1 E2 എക്സെട്ര EN എന്ന് പറയുന്നത്. അപ്പൊ ഈ എസ് ഇൻവേഴ്സ് എസ് എന്ന് പറയുന്നത് എന്താ, കോളം മെട്രിക്സ് ആയിട്ട് എഴുതിയിരിക്കുന്നത് U1 U2 എക്സെട്ര UN ആണ്. അപ്പൊ എസ് ഇൻവേഴ്സ് എസ് എന്ന് പറഞ്ഞാൽ എന്താ, എസ് ഇൻവേഴ്സ് U1 എസ് ഇൻവേഴ്സ് U2 എക്സെട്ര എസ് ഇൻവേഴ്സ് UN. അതാണ് എൻ്റെ E1 E2 എക്സെട്ര EN എന്ന് പറയുന്നത്. ഇതിൽ നിന്ന് എസ് ഇൻവേഴ്സ് U1 ഈക്വൽ ടു E1, എസ് ഇൻവേഴ്സ് U2 ഈക്വൽ ടു E2 എക്സെട്ര എസ് ഇൻവേഴ്സ് UN ഈക്വൽ ടു EN എന്ന് കിട്ടും.
അല്ലേ? അത് നമുക്ക് ആവശ്യമുണ്ട് താഴോട്ട്. അപ്പൊ അത് ഇക്വേഷൻ നമ്പർ 2 ആയിട്ട് അവിടെ കിടന്നോട്ടെ. ഇനി എ എസ് എന്ന് പറഞ്ഞാൽ എന്താ? എ എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ് എന്ന് പറയുന്നത് കോളം വെക്ടറുകളായിട്ട് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. അപ്പൊ എ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ AU1 AU2 എക്സെട്ര AUN എന്ന് കിട്ടും. പക്ഷേ അവിടെ ജെ എസ് എന്ന് പറയുന്നത് നമ്മുടെ eigen വെക്ടറുകൾ ആയതുകൊണ്ട് തന്നെ ഇതിനെ എനിക്ക് ഫർദർ സിംപ്ലിഫൈ ചെയ്ത് AU1നെ λ1 U1 എന്ന് എഴുതാം, AU2നെ λ2 U2 എന്ന് എഴുതാം, എക്സെട്ര AUNനെ λn UN എന്ന് എഴുതാം. അപ്പൊ ഈ ഇക്വേഷൻ 2ഉം 3ഉം ആയിട്ട് നമ്മളൊന്ന് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അല്ലെങ്കിൽ എനിക്ക് കണ്ടുപിടിക്കേണ്ട എവനാണല്ലോ, എവനെ ഒരു ഡയഗണൽ മെട്രിക്സിനെ ഈക്വൽ ആക്കി കാണിച്ചാൽ മതി. ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എസ് ഇൻവേഴ്സ് ഇൻറ്റു എനിക്ക് ഇവിടെ കിട്ടിയതിനെ എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എന്നിട്ട് നമ്മുടെ ആ ഒരു റീകോൾ ചെയ്ത ആ ഒരു റിസൾട്ടാണ് ഇവിടെ അത്രയും ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ അത് ആദ്യമേ അത് പറഞ്ഞു വെച്ചത്, മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷന്റെ ഒരു പ്രത്യേകത. അപ്പൊ അത് ഉപയോഗിച്ചിട്ട് എസ് ഇൻവേഴ്സിനെ എല്ലാം ഞാൻ അകത്തോട്ട് കൊടുത്തു. അകത്തോട്ട് കൊടുക്കുമ്പോൾ എനിക്ക് ഈ സ്കെയിലാറിനെ ഇനി പുറത്തെടുക്കാം. ഇവിടെ ഈ സ്കെയിലാർ പുറത്തെടുത്തു. എസ് ഇൻവേഴ്സ് U1 ഇതെന്താന്ന് നമുക്കറിയാം. എന്താ ഇവിടെ എസ് ഇൻവേഴ്സ് ഓഫ് U1 എന്ന് പറയുന്നത് E1 ആണ്. അപ്പൊ അതിന് ഞാൻ E1 എന്ന് കൊടുത്തു. സിമിലർലി എസ് ഇൻവേഴ്സ് ഓഫ് U2ന് E2 എന്ന് കൊടുത്തു. എസ് ഇൻവേഴ്സ് ഓഫ് UN EN എന്നും കൊടുത്തു. ഈ എഴുതിയിരിക്കുന്നതിനെ ഞാൻ മൊത്തം മെട്രിക്സ് ആയിട്ട് എഴുതിയാൽ λ1 E1 എന്ന് പറഞ്ഞാൽ എന്താ? λ1 E1 എന്ന് പറഞ്ഞാൽ λ1 ഇൻറ്റു 1 0 0 0 എക്സെട്ര 0. അപ്പൊ അത് λ1 അകത്തോട്ട് കൊടുക്കുമ്പോൾ എനിക്ക് ഈ കോളം കിട്ടും. സിമിലർലി ഇവിടെ നിന്ന് എനിക്ക് ഈ കോളം കിട്ടും. അതുപോലെ ഫൈനലി ഇത് കിട്ടും. അപ്പൊ ഇതൊരു ഡയഗണൽ മെട്രിക്സ് ആണ്. ഇറ്റ് ഈസ് എ ഡയഗണൽ λ1 λ2 എക്സെട്ര λn. അതിനെ ക്യാപിറ്റൽ ഡി എന്ന് ഞാൻ വിളിച്ചു ഡയഗണൽ മെട്രിക്സിനെ. അപ്പൊ എനിക്ക് എന്ത് കിട്ടി? എസ് ഇൻവേഴ്സ് ഓഫ് എ എസ് എന്ന് പറയുന്നത് ഡി എന്ന് കിട്ടി. അപ്പോ എ എന്ന് പറയുന്നത് n ലീനിയർലി ഇൻഡിപെൻഡന്റ് ഐഗൻ വെക്ടേഴ്സ് ഉണ്ടെങ്കിൽ then A is similar to a diagonal matrix. അപ്പൊ ആ ഡയഗണൽ മെട്രിക്സ് കൺസ്ട്രക്ട് ചെയ്യാനുള്ള ഒരു വഴിയും ഇവിടെ പറയുന്നുണ്ട്. എങ്ങനെയാ? ആ ഡയഗണൽ മെട്രിക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള എസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ആ n ലീനിയർലി ഇൻഡിപെൻഡന്റ് വെക്ടർ എടുത്തിട്ട് അതിനെ ഇങ്ങനെ കോളം വെക്ടറുകളായിട്ട് എഴുതി വെച്ചാൽ എനിക്ക് ആ എസ് കിട്ടും. ഇനി ഒരു തമാശ, ഒൺസ് നിങ്ങൾക്ക് ഡിസ്റ്റിങ്ക്ട് n ലീനിയർലി ഇൻഡിപെൻഡന്റ് n എന്ന് പറയുന്ന ഒരു ഡയമെൻഷൻ ഓഫ് ദ മെട്രിക്സ് എ ആണ്. അപ്പൊ n ലീനിയർലി ഇൻഡിപെൻഡന്റ് വെക്ടർ കിട്ടിയാൽ നിങ്ങൾക്ക് കിട്ടാൻ പോണ ഡയഗണൽ മെട്രിക്സ് പ്രെഡിക്റ്റ് ചെയ്യാം. എങ്ങനെയാ? അതിന്റെ കോളത്തിൽ വരുന്നത് മൊത്തം ഏഗൻ വാല്യൂസ് ആയിരിക്കും. പക്ഷെ എസ് കണ്ടുപിടിക്കണമെങ്കിൽ ഈ പറഞ്ഞ പോലെ ആ ഏഗൻ വെക്ടറുകൾ കണ്ടുപിടിക്കണം. ആ സിമിലർ ആകുന്ന ഡയഗണൽ മെട്രിക്സ് കണ്ടുപിടിക്കാൻ എനിക്ക് ഏഗൻ വെക്ടർ വേണ്ട, ഏഗൻ വാല്യൂസ് മതി അല്ലേ, ഈ ഡി കണ്ടുപിടിക്കാൻ. അപ്പൊ ഇതാണ് അവിടുത്തെ ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി. അപ്പൊ അങ്ങനെ പറഞ്ഞു വന്നപ്പം കോൺവേഴ്സ്ലി എന്താ ഇത് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ആയതുകൊണ്ട് തന്നെ കോൺവേഴ്സ് പാർട്ട് കൂടെ കാണിക്കണം. അപ്പൊ കോൺവേഴ്സ് പാർട്ടിൽ എന്താ കാണിക്കേണ്ടത്? ആ എ എന്ന് പറയുന്നത് ഒരു ഡയഗണൽ മെട്രിക്സുമായിട്ട് സിമിലർ ആണെങ്കിൽ അതിന് n ലീനിയർലി ഇൻഡിപെൻഡന്റ് ഏഗൻ വെക്ടറുകൾ ഉണ്ടാക്കാൻ പറ്റും അല്ലെങ്കിൽ കിട്ടും എന്ന് പറയണം. അപ്പൊ അതിന് ഞാൻ എ എന്ന് പറയുന്നത് ഒരു സി ഇൻവേഴ്സ് എ സി ഈക്വൽ ടു ഡി എന്ന് എഴുതി. ഇവിടെ സി എന്ന് പറയുന്ന ഒരു നോൺ സിംഗുലർ മെട്രിക്സും ഡി എന്ന് പറയുന്ന ഒരു ഡയഗണൽ മെട്രിക്സും ആണ്. അപ്പോ അവിടെ സി എൻ ഡി എൻ ഞാൻ എൻ്റെ കോളം ഫോമിൽ എഴുതി കഴിഞ്ഞാൽ സിയുടെ കോളംസ് ഞാൻ C1 C2 എക്സെട്ര CN എന്ന് എടുത്തു. ഡിയുടെ കോളംസ് ഞാൻ D1 E1 D2 E2 എക്സെട്ര DN EN എന്ന് എടുത്തു. ഇത് ഇങ്ങനെ എഴുതാൻ കാരണം ഇതിന്റെ ഡി എന്ന് പറയുന്നത് 3/3 കേസിലാണെങ്കിൽ എന്തായിരിക്കും? D1 0 0 0 D1 0 0 0 D1 ഇതായിരിക്കും അല്ലെ. അപ്പൊ ഇതിൽ ആ കോളംസ് നോക്കി, ഈ കോളം എന്ന് പറയുന്നത് D1 E1 ആണ്. രണ്ടാമത്തെ കോളം എന്ന് പറയുന്നത് D1 അല്ല D2 അല്ലെ, D2 D3. രണ്ടാമത്തെ കോളം എന്ന് പറയുന്നത് D2 E2 ആണ് എക്സെട്ര. മൂന്നാമത്തത് D3 E3 ആണ്. അപ്പൊ അങ്ങനെ എനിക്ക് ഡി അങ്ങനെ എഴുതാം. അപ്പൊ നമ്മൾ നേരത്തെ ചെയ്ത കമ്പ്യൂട്ടേഷൻ പോലെ സി ഇൻവേഴ്സ് ഓഫ് എ സി ഈക്വൽ ടു ഡി എന്നുള്ളതിൽ നിന്ന് AC എന്ന് എഴുതാം. എ സി ഞാൻ എന്ത് ചെയ്യൂ? ഈ മെട്രിക്സിന് ഇതിന്റെ കോളംസിന് അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ അതിന് AC1 AC2 എക്സെട്ര ACN ആയി. സി ഡിയും അതുപോലെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ സി അകത്തോട്ട് വരും, എനിക്ക് D1 പുറത്തെടുക്കാം അല്ലെ, സ്കെയിലാർ അല്ലേ. അപ്പൊ അത് D1 CE1 D2 CE2 എക്സെട്ര DN CEN ആയി. ഇനി ഒരു മെട്രിക്സിനെ ABCDEFGHI ഇതിന് ഞാൻ E1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? ഇതിന്റെ ഫസ്റ്റ് കോളമാണ് എനിക്ക് കിട്ടുന്നത്. ADG മാത്രമല്ലേ കിട്ടുള്ളൂ. സിമിലർ അതുപോലെ തന്നെ ഞാൻ E2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ യു വിൽ ഗെറ്റ് ദ സെക്കൻഡ് കോളം, ഈ സെക്കൻഡ് കോളം കിട്ടും. E3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ തേർഡ് കോളം കിട്ടും. അപ്പൊ അതായത് ഇപ്പൊ അവിടെ CE1 എന്ന് പറയുന്നത്
സിയുടെ ഫസ്റ്റ് കോളം അതല്ലേ C1. CE2 എന്ന് പറയുന്നത് സിയുടെ സെക്കൻഡ് കോളം, ദാറ്റ് ഈസ് C2. അതുപോലെ CEN എന്ന് പറയുന്നത് സിയുടെ nth കോളം, ദാറ്റ് ഈസ് CN. എന്റെ റീസൺ ഇതാണ്, ഞാനിപ്പോ പറഞ്ഞല്ലോ. അപ്പോ AC ഈക്വൽ ടു CD എന്ന് നമുക്കറിയാം. ഇവിടുന്ന് സി ഇൻവേഴ്സ് ഓഫ് AC D ആയതുകൊണ്ട് AC ഈക്വൽ ടു എന്താണ്, CD ആണ്. ഇത് രണ്ടും കൂടെ ഇക്വേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? AC ഇതാണ്, AC1 ഈക്വൽ ടു D1C1 എന്ന് കിട്ടും. In general, for k equal to 1, 2, 3, etc. n, ACK is DKCK. ഈ ഓരോ എൻട്രിയും പരസ്പരം ഇക്വേറ്റ് ചെയ്തു. ഇതിന്റെ മീനിങ് എന്താ? ഈ CK എന്ന് പറയുന്നത് അതിന്റെ ഒരു eigen വെക്ടർ ആയിരിക്കും, കറസ്പോണ്ടിങ് ടു ദ eigen വാല്യൂ DK എന്നല്ലേ കിട്ടുക. ഈ C നോൺ സിംഗുലർ ആണ്, അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് കോളംസ് ഓഫ് C, അതായത് C1, C2, etc. CK ലീനിയർലി ഇൻഡിപെൻഡന്റും ആണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? n ലീനിയർലി ഇൻഡിപെൻഡന്റ് C1, C2, etc. Cn ആണ്. അപ്പൊ നമുക്ക് n ലീനിയർലി ഇൻഡിപെൻഡന്റ് eigen വെക്ടേഴ്സ് കിട്ടിയില്ലേ? So thus diagonal entries of D are eigenvalues of A and the column vectors of C are a set of n linearly independent vectors. അപ്പൊ എനിക്ക് ആ തിയറം അങ്ങനെ പ്രൂവ് ചെയ്യാം. അപ്പൊ അതായത് ഒരു മെട്രിക്സ് ഡയഗണലൈസബിൾ ആകണമെങ്കിൽ അതിന് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയിട്ട് n എന്ന് പറയുന്ന ഏത് ഡയമെൻഷൻ ആണ്, ഒരു n/n മെട്രിക്സ് ആണ്. n ലീനിയർലി ഇൻഡിപെൻഡന്റ് വെക്ടറുകൾ ഉണ്ടെങ്കിൽ മാത്രമേ അത് ഡയഗണലൈസബിൾ ആകുകയുള്ളൂ എന്നാണ് ഈ ഒരു തിയറം പറഞ്ഞു വെക്കുന്നത്. അപ്പൊ ഈ ഒരു തിയറത്തിന്റെ ഒരു യൂസ് ഇതാണ്. നമുക്കിപ്പോ താഴെ ഷോ ദാറ്റ് എ എന്ന് പറയുന്ന ഡയഗണലൈസബിൾ ആണെന്ന് കാണിക്കാന്ന് വിചാരിക്കുക. ബൈ ഫൈൻഡിങ് എ മെട്രിക്സ് S such that S inverse A is equal to D. ഇവിടെ A തന്നിട്ടുണ്ട്. ആ ഒരു റിസൾട്ട് അപ്ലൈ ചെയ്ത് A⁻10 കണ്ടുപിടിക്കാനും ചോദിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ, അപ്പൊ അവിടെ ഇപ്പൊ പോസ്റ്റ് ചെയ്ത ആ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വായിക്കണേ. അപ്പോൾ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ചെയ്യാനുള്ള ഐഡിയ ഇതാണ്: ഫൈൻഡ് ലീനിയർലി ഇൻഡിപെൻഡന്റ് eigen വെക്ടേഴ്സ് ആൻഡ് യൂസ് ദിസ് റിസൾട്ട് 226. നമ്മൾ തൊട്ട് മുമ്പ് പ്രൂവ് ചെയ്ത റിസൾട്ട് ഉപയോഗിച്ച് ആ ലീനിയർലി ഇൻഡിപെൻഡന്റ് വെക്ടറുകളെ കോളം വെക്ടറുകളായിട്ട് എടുത്ത് എഴുതി വെച്ചാൽ മതി അല്ലേ. അപ്പൊ ഇവിടെ ഞാൻ eigen വാല്യൂ കണ്ടുപിടിക്കുന്നതൊന്നും ചെയ്യുന്നില്ല, നിങ്ങൾ ചെയ്തോളുക. A-λI=0 എന്നൊക്കെ ഇക്വേറ്റ് ചെയ്ത് യു വിൽ ഗെറ്റ് ദ eigen വാല്യൂസ് λ1 = 2 ആൻഡ് λ2 -1 എന്ന് കിട്ടും. എന്നിട്ട് അതിന്റെ കറസ്പോണ്ടിങ് eigen വെക്ടർ അതും ഞാൻ ചെയ്തില്ല. ഇവിടെ ഒരു കാര്യം ചെയ്യുക, യു ക്യാൻ ചൂസ് യുവർ ഓൺ eigen വെക്ടേഴ്സ്. കാരണം ഞാൻ പറയാൻ കാരണം ഇപ്പൊ λ1 കറസ്പോണ്ടിങ് ആയിട്ട് നിങ്ങൾക്ക് ഇൻഫിനിറ്റ്ലി മെനി eigen വാല്യൂസ് കിട്ടും, അതിൽ ഏതെങ്കിലും ഒരെണ്ണം എടുത്താൽ മതി. അതുപോലെ λ2 കറസ്പോണ്ടിങ് ആയിട്ട് നിങ്ങൾക്ക് ഒരുപാടെണ്ണം കിട്ടും, അതിൽ ഏതെങ്കിലും എടുക്കാൻ എളുപ്പമുള്ള ഒരെണ്ണം എടുക്കുക. അപ്പൊ എനിക്ക് എന്ത് കിട്ടി? ഓരോ ഡിസ്റ്റിങ്ക്ട് eigen വാല്യൂസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള eigen വെക്ടറുകൾ കിട്ടി. അപ്പൊ ഇനി എസ് കണ്ടുപിടിക്കാൻ എസ് ഇൻവേഴ്സ് ഓഫ് എസ് അല്ലേ കണ്ടുപിടിക്കണം. അതിൽ എസ് എങ്ങനെ കിട്ടും? ആ വെക്ടറുകളെ എടുത്ത് കോളത്തിൽ വയ്ക്കുമ്പോൾ എനിക്ക് എസ് കിട്ടും. അപ്പൊ എനിക്ക് ഈ പറയുന്ന മെട്രിക്സ് 2 1 1 1 എന്ന് പറയുന്ന മെട്രിക്സ് കിട്ടും. ഇതിന്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കുക. ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് അറിയാം. ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഡിറ്റർമിനന്റ് എന്ന് പറയുന്ന 2 × 1 2 - 1 എന്ന് പറയുന്നത് 1 ആണ്. അപ്പൊ 1/1 ഇൻറ്റു അതിന്റെ അഡ്ജോയിന്റ് എന്ന് പറയുന്നത് നത്തിങ് ബട്ട് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്യുക, എന്നിട്ട് ഇവിടെ ഓരോ മൈനസ് കൊടുക്കുക. അത് 2/2 സൗകര്യമാണ്. ഇല്ലെങ്കിൽ നേരിട്ട് നിങ്ങൾ ചെയ്യുക, അറിയാം. ഇപ്പോൾ അവിടുത്തെ അഡ്ജ് എ ബൈ ഡിറ്റർമിനന്റ് എ എന്ന് പറയുന്ന ഫോർമുലയിൽ അഡ്ജ് എ കണ്ടുപിടിക്കാൻ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്തിട്ട് ഇവിടെ അതുപോലെ മൈനസ് കൊടുത്താൽ മതി. നമുക്ക് ഇനി AS കണ്ടുപിടിക്കുക, മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ആണ്. എസ് ഇൻവേഴ്സ് ഓഫ് AS കണ്ടുപിടിക്കുക. അപ്പൊ യു വിൽ ഗെറ്റ് ദ ഡയഗണൽ മെട്രിക്സ്. ഇത് എക്സ്പെക്റ്റഡ് ആണ് അല്ലെ. 2ഉം -1ഉം അല്ലേ എന്റെ eigen വാല്യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് തന്നെ കിട്ടണം. അപ്പൊ അതാണ് എന്റെ അവിടുത്തെ ഡയഗണൽ മെട്രിക്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് ആ ഒരു പ്രോബ്ലം. ഈ പ്രോബ്ലം ഉപയോഗിച്ച് എങ്ങനെയാണ് A⁻10 ചെയ്യണത് എന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇവിടെ എനിക്ക് A⁻10 കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ D⁻10 കണ്ടുപിടിക്കും. D⁻10 എന്ന് പറഞ്ഞാൽ എന്താ? എസ് ഇൻവേഴ്സ് ഓഫ് ASന്റെ ഹോൾ റേസ് ടു 10. ഇത് ഇവിടെ ശ്രദ്ധിച്ചാൽ അറിയാം, എസ് ഇൻവേഴ്സ് ഓഫ് ASന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? എസ് ഇൻവേഴ്സ് ഓഫ് AS ഇൻറ്റു എസ് ഇൻവേഴ്സ് ഓഫ് AS അല്ലേ. ഇത് രണ്ടും കൂടെ അങ്ങ് പോകും. അപ്പൊ എന്താവും? എസ് ഇൻവേഴ്സ് ഓഫ് A² ഇൻറ്റു എസ് ആവും.
അപ്പൊ ഇതിന്റെ അപ്പൊ എന്താ അത് ഈ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിന്റെ സ്ക്വയർ എന്ന് പറയുന്നതിന്റെ അകത്ത് എ സ്ക്വയർ കണ്ടുപിടിച്ചാൽ മതി. സോ ഇൻ ജനറൽ എസ് ഇൻവേഴ്സ് ഓഫ് എ എസ് റൈസ് ടു 10 എന്ന് പറഞ്ഞാൽ എന്താ, എസ് ഇൻവേഴ്സ് ഓഫ് എ റൈസ് ടു 10 ഇൻറ്റു എസ് ആവും. അപ്പൊ ഇതില് ഞാൻ ഇതിന്റെ ലെഫ്റ്റ് സൈഡിൽ ഒരു എസും റൈറ്റ് സൈഡിൽ ഒരു എസ് ഇൻവേഴ്സും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇവിടെ എന്ത് വരും, എസും എസ് ഇൻവേഴ്സും വരും. അതാണ് ഈ എഴുതിയിരിക്കുന്നത്. അപ്പൊ എനിക്ക് ഇവിടെ എ റൈസ് ടു 10 തിരിച്ചു കിട്ടും. അപ്പോൾ എ റൈസ് ടു 10 എന്ന് പറയുന്നത് എസ് ഡി റൈസ് ടു 10 എസ് ഇൻവേഴ്സ് എന്ന് വരും. അപ്പൊ എന്തുകൊണ്ട് ഇത് ഇങ്ങനെ ചെയ്യുന്നു, ഡയഗണൽ മെട്രിക്സുകളുടെ പവർ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ഡി റൈസ് ടു 10 എന്ന് പറഞ്ഞാൽ എക്സാക്ട്ലി ഇതിന്റെയും 2 റൈസ് ടു 10 -1 റൈസ് ടു 10 എടുത്താൽ മതി. അത് ഡയഗണൽ മെട്രിക്സുകളുടെ ഒരു പ്രത്യേകതയാണ്. നിങ്ങൾ ഒരു എക്സാമ്പിൾ കയ്യിലെടുത്ത് ചെയ്തു നോക്കിയാൽ മതി. അപ്പൊ അത് ഡയഗണൽ എൻട്രീസിന്റെ റൈസ് ടു പവർ എടുത്താൽ മതി. അപ്പൊ അവിടെ 2 റൈസ് ടു 10 കണ്ടുപിടിക്കുക, -1 റൈസ് ടു 10 കണ്ടുപിടിക്കുക. അപ്പൊ അതിൽ നിന്ന് എ റൈസ് ടു 10 എന്ന് പറയുന്നത് എന്ത് കിട്ടും, ഈ ഫോർമുലയിൽ നിന്ന് എസും എസ് ഇൻവേഴ്സും കൊണ്ട് അപ്പുറം ഇപ്പുറം മൾട്ടിപ്ലൈ ചെയ്താൽ യു വിൽ ഗെറ്റ് എ റൈസ് ടു 10. ഓക്കെ. അപ്പൊ ഇത് തൽക്കാലം ഞാൻ ഈ വീഡിയോയിൽ തീർക്കാന്ന് വിചാരിച്ചു. എന്നാലും ഞാൻ ഒരു വീഡിയോയും കൂടെ ആക്കാം, അതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. അപ്പൊ അതുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം.